ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കിന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ചക്കേനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വേവിക്കാനാണ് പോകുന്നത് കേട്ടോ. വേവിക്കുക, ചിലർ ചക്ക പുഴുക്കെന്നൊക്കെ പറയും. നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. അപ്പോൾ അതിനെ വെട്ടി റെഡിയാക്കണം. പക്ഷെ ഞാനിവിടെ പകുതി ചക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കൂടെ കഴിക്കാനൊക്കെ കൊണ്ട് കഴിച്ചാൽ ബാക്കി എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ചക്ക വെട്ടുന്നത് വലിയൊരു പണിയാണ് കേട്ടോ. എനിക്കും അതെനിക്ക് തന്നെ. എങ്കിലും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര ടേസ്റ്റല്ലേ. ചക്ക ഇഷ്ടമല്ലാത്തവരല്ലേ. അപ്പോൾ നമ്മൾ അതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചുമന്ന ചക്കയായിരുന്നു, സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. അതുപോലെ വലിയ ചുളയായതുകൊണ്ട് പറിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞിട്ടൊന്ന് സൂപ്പറാക്കി എടുക്കാം. ചവണിയൊക്കെ കളഞ്ഞ് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട ചുമന്ന ചക്കയല്ലേ, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിനെ വൃത്തിയാക്കി എടുത്തപ്പോൾ കേട്ടോ. ഇതിനെ നമുക്കിനി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ചക്ക അരിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ചക്ക അരിഞ്ഞ് ഞാനിങ്ങനെ അരിയുന്നത് കേട്ടോ. ചിലർ നീളത്തിലൊക്കെ അരിയാറുണ്ട്, ഞങ്ങളിങ്ങനെ അരിയുന്നത്. കുറേ ഉണ്ടായിരുന്നു, അരിഞ്ഞെടുത്തപ്പോഴത്തേനും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് അടുപ്പിലാക്കണ്ടേ. ഓക്കെ, ഇതൊരു കലത്തിലിട്ട് അടുപ്പിലോട്ട് വെച്ച് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അതിന് പറ്റുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതിപ്പോൾ വെള്ളമുള്ള ചക്കയുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ഒരു മൊന്ത വെള്ളമാണ് കുഞ്ഞു മൊന്ത, അതിന് ഒരു മൊന്ത വെള്ളമാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിനെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആവിയേറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആവിയേറ്റാനെ കൊണ്ട് വെച്ചു. അതവിടെ ഇരുന്ന് ആവി കയറട്ടെ. ആവി കയറിയോ നോക്കാമെന്ന്. അതൊന്ന് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇരുന്നാൽ മതി. കുറച്ച് നേരം കൊണ്ട് കുറച്ച് വെള്ളം കൂടെ വറ്റാറുണ്ട്. അപ്പോൾ ഇരുന്ന് വറ്റിട്ട് വെള്ളം വറ്റുമോ നോക്കാം കേട്ടോ. വെള്ളം വറ്റുമോ, ഞാൻ തുടുപ്പ് കൊണ്ടാണ് നോക്കുന്നത്. ഞങ്ങൾ ചക്ക ഇളക്കുന്ന തുടുപ്പ് കൊണ്ടാണ്. തുടുപ്പ് കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരപ്പിനുള്ള എടുക്കാം. അരപ്പിന് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് തേങ്ങയും മുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ജീരകമാണ് കേട്ടോ. കുരുമുളക് ഞങ്ങൾ ചേർക്കാറുണ്ട്, കാരണം ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർ കുറച്ച് കുരുമുളക് അരയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചക്കയിലോട്ട് ചേർത്തിട്ട് കുറച്ച് നേരം ആവി കയറ്റണം കേട്ടോ. കുറച്ച് പച്ചമണം മാറുന്നതിന് വരെ കുറച്ചൊന്ന് ആവി കയറ്റി എടുക്കണം. ആവി കയറ്റി എടുത്തതിന് ശേഷമാണ് മക്കളെ പണിയെ ഒന്ന് ഇളക്കി വൃത്തിയാക്കി എടുക്കുന്നത്. ഒരക്സോ സൂപ്പറാണ്. കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. കുറച്ച് നേരം കൂടി ഇരുന്ന് ആവി കയറി വരട്ടെ. അപ്പോൾ നമ്മൾക്കിതിനെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം ഇനി. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇളക്കി റെഡിയാക്കി എടുക്കാം. നല്ല വെന്ത് കേട്ടോ, നല്ലപോലെ വെന്ത്. എനിക്കിതൊന്നും ഇളക്കാൻ വലിയ പാട് കാണത്തില്ല, പെട്ടെന്ന് ഇളക്കി. ഓക്കെ, നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളിന്നിവിടെ കരൾ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കരൾ വേവിച്ചതും ചക്കയും കൂടി കഴിക്കുന്നത്. കരൾ കറിയും ചക്കയും സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. എല്ലാവർക്കും ചക്ക വയ്ക്കാനൊക്കെ അറിയാമെങ്കിലും നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേരെ. എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ നന്ദിയുണ്ട്. വീണ്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ബൈ, താങ്ക് യു.